ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ പോക്കറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നത് ബോട്ടിൽ. അപ്പം ഞാൻ ഒരുങ്ങി കഴിയുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 2 കവള് വെള്ളം ഞാൻ കുടിക്കും. നമ്മളെപ്പോഴും മീൻസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും. അതുകൊണ്ടാണ് അപ്പം നമ്മൾ അതുപോലെ ഓടി നടന്ന് ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ അറ്റ്ലീസ്റ്റ് പോയി ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഉന്മേഷം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടി, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളം സഹായിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കുപ്പി വെള്ളം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ പെൻ. ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്കാണ് പോകുന്നത്. സോ നമുക്ക് ഗ്രീൻ പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പെന്നാണ്, ബ്ലാക്ക് പെന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് ഓർഡറൊക്കെ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെന്നാണ്. പിന്നെ NCP നഴ്സിംഗ് കെയർ പ്ലാനിന് വേണ്ടിയിട്ട് ഗ്രീൻ പെന്നാണ് ഇവിടെ സൗദി അറേബ്യയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ പെന്നാണ് അടുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പെൻ എടുത്തതുപോലെയാണ് നമുക്കിപ്പോൾ സപ്പോസ് വെൻറ്റിലേറ്റർ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ സർജിക്കൽ വാർഡിലാണ്. അപ്പോൾ നമുക്ക് സപ്പോസ് വെൻറ്റിലേറ്റർ പേഷ്യൻ്റ് എങ്ങാനും ആണെങ്കിൽ നമുക്ക് എല്ലാ കളറും യൂസ് ചെയ്യണം. റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ ഒക്കെ യൂസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടി കളർ പെൻ. ഇതും മിക്കപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ഇപ്പോൾ സപ്പോസ് വെൻറ്റിലേറ്റർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ മിക്കപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ വെച്ചേക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഈ സാധനം നോർമലി എനിക്ക് എപ്പോഴും എൻ്റെ സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ കൈ കഴുകി കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നൊക്കെ വരണ്ട് ഉണങ്ങിയിരിക്കും. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കൊണ്ടുപോകുന്നത്. ശരിക്കും ഇതിൻ്റെ ചെറിയൊരു സാധനമായിരുന്നു എൻ്റെ കയ്യിൽ ഇരുന്നൊരു പേസ്റ്റ് രൂപത്തിലുള്ള ചെറിയ സാധനമായിരുന്നു. പക്ഷെ അത് തീർന്നു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ട് ആ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. സോ ഈ സാധനമാണ് ഇപ്പോൾ ഞാൻ നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും വെക്കാറുണ്ട്. ഓക്കെ, അടുത്ത എൻ്റെ പോക്കറ്റിൽ മിക്കപ്പോഴും കാണാറുള്ളത് ലിപ് സിറമാണ്. ഈ ലിപ് സിറം, ലിപ് ബാം അങ്ങനെ എന്തെങ്കിലും കാണും. ഇവിടെ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ വന്നത് കാരണം നമ്മുടെ സ്കിന്നിന് ഭയങ്കര പ്രശ്നമാണ്. സോ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലിപ് സിറം ആണ്, വെറുതെ മീൻസ് ഓയിലി ആയിട്ടിരിക്കാൻ. മെയിനായിട്ട് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു ലിപ് സിറം, പണ്ടൊക്കെ ഞാൻ ലിപ് ബാമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലെവലിലുള്ള ഒരു ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് ഈ സാധനമാണ്, ലിപ് സിറം. അതുകൊണ്ട് ഇത് എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാണും. പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിനകത്ത് എങ്കിലും ഞാൻ വെച്ചേക്കും. അപ്പം ഇത്രയാണ് ഇരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് മൊത്തം എൻ്റെ പോക്കറ്റിലുള്ള ഒരു കാര്യമാണ് ഒരു ചെറിയ ഡയറി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു 5 പേഷ്യൻ്റ് ആണെങ്കിൽ 5 പേഷ്യൻ്റെ കാര്യം, എന്തൊക്കെയാണ് പെൻഡിങ് വർക്ക്, എന്തൊക്കെയാണ് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെക്കുന്ന ഒരു ചെറിയ ഡയറിയാണിത്. അപ്പം ഈ ഡയറി എപ്പോഴും മിക്ക നഴ്സുമാരുടെ കയ്യിലും കാണും, ഒരു ചെറിയ ഡയറി. അപ്പം ഇതും ഞാൻ എൻ്റെ പോക്കറ്റിൽ വെക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് അവിടെ പോകുമ്പോൾ ഫുഡ് കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കാർഡാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ 3 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകും. ലഞ്ചും ഡിന്നറും അവർ സൈൻ ഇട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മളിത് കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോയാൽ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. സോ ഇതും കൊണ്ട് ഞങ്ങൾ പോകും. അപ്പം ഡിന്നറിന് അവിടെ നിന്നാണ് ഫുഡ്. അപ്പം ഹോസ്പിറ്റലിൽ താഴെ തന്നെയാണ് ഞങ്ങൾക്ക് കിച്ചൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇത് മറന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുഡ് കിട്ടില്ല. അതുകൊണ്ട് ഇത് കൊണ്ടുപോകണം. അപ്പം ഇതെടുത്ത് പോക്കറ്റിൽ വയ്ക്കും. ഓക്കേ, ഇതെന്താണ് പിന്നെ മെയിനായിട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫോൺ കൊണ്ടുപോകും. അപ്പം ഇത്രയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ നഴ്സുമാർ നോർമലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. നോർമലി നഴ്സുമാരല്ല, ഞാൻ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്ന സാധനം ഇത്രയാണ്.